സാനിറ്ററി പാഡുകൾ ആരോഗ്യത്തിന് ഹാനികരമോ? ഈ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പ്രായപൂർത്തിയാകുന്ന സ്ത്രീകളുടെ ജീവിതത്തിൽ സാനിറ്ററി പാഡുകൾക്ക് വലിയ പങ്കുണ്ട്. ഒരു ശരാശരി സ്ത്രീ അവളുടെ ജീവിത കാലഘട്ടത്തിനിടയിൽ ഏകദേശം 11,000 സാനിറ്ററി പാഡുകൾ ഉപയോഗിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഉപയോഗിക്കാതെ വെയ്യെന്ന് പറയുമ്പോഴും സാനിറ്ററി പാഡുകൾ ആരോഗ്യ പ്രശ്നങ്ങൾ മുതൽ പാരിസ്ഥിതിക വെല്ലുവിളികൾ വരെ ഉണ്ടാക്കുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നു. എന്തൊക്കെയാണ് സാനിറ്ററി പാഡുകളുടെ അപകടങ്ങളെന്ന് നോക്കാം. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പാഡുകളിൽ ഡയോക്സിൻ, ഫ്യൂറാൻ, അസ്ഥിരമായ പല ഓർഗാനിക് സംയുക്തങ്ങൾ എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാഡുകളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് പ്രക്രിയയുടെ ഉപോൽപ്പന്നമായ രാസവസ്തുക്കളൊക്കെയും ചർമ്മത്തിന് ദോഷമുണ്ടാക്കുകയും ഹോർമോൺ ഉൽപാദനം തടസ്സപ്പെടുത്താനും ക്യാൻസർ പോലുള്ള രോഗങ്ങളിലേക്ക് നയിക്കാനും കാരണമാകും. അതുപോലെ തന്നെ മറ്റു അപകടകരമായ വസ്തുത പാഡുകളിൽ സാധാരണ ചേർക്കുന്ന സുഗന്ധദ്രവ്യങ്ങളും ഡിയോഡൈസറുകളും അലർജി പ്രവർത്തനങ്ങൾക്ക് കാരണമാകും. ഇത് യോനിയിലെ മൈക്രോബയോമിനെ തടസ്സപ്പെടുത്തുകയും അണുബാധകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. സാനിറ്ററി പാഡുകളിലുള്ള പ്ലാസ്റ്റിക് പാളി നനവുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് കൊണ്ട് ഇത് ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയെ പ്രോത്സാഹിപ്പിക്കും. ഇതുമൂലം മൂത്രനാളിയിൽ അണുബാധ, യോനിയിലെ ഈസ്റ്റ് അണുബാധ ഇവയ്ക്ക് സാധ്യതയുണ്ട്. ഇത്തരം പ്ലാസ്റ്റിക് പാളിയുള്ള പാഡുകളുടെ ദീർഘമായ ഉപയോഗം ചർമ്മത്തിന് തിണർപ്പും പാടുകളും ഉണ്ടാക്കും. 4 അല്ലെങ്കിൽ 6 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ എസ്ചെറിച്ചിയ കോളി, സ്റ്റെലോഫോക്കോക്കസ് തുടങ്ങിയ ഹാനികരമായ ബാക്ടീരിയകളുടെ വളർച്ച സുഗമമാകും. ജീവൻ പോലും അപകടപ്പെടുത്തുന്ന ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നയിച്ചേക്കാം. ഉപയോഗശേഷം കളയുന്ന പാഡുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതാണ്. ഉപേക്ഷിക്കപ്പെട്ട പാഡുകളിൽ നിന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക്കും രാസവസ്തുക്കളും മണ്ണിലും വെള്ളത്തിലും എത്തുകയും ആവാസ വ്യവസ്ഥയെ മലിനമാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബയോഡീഗ്രേഡബിൾ പാഡുകൾ അഥവാ ആർത്തവ കപ്പുകൾ, പുനരുപയോഗിക്കാവുന്ന തുണി പാഡുകൾ പോലെയുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ഗുണകരമാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.